ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ കംപ്ലീറ്റ് ഗൈഡ് ടു ക്വാണ്ടിറ്റി സർവേ. ഒരു QS ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അവരുടെ കരിയർ പാത്ത് എന്തൊക്കെയായിരിക്കണം, അവരുടെ സാലറി ഇൻസൈറ്റ്സ് എന്തൊക്കെയായിരിക്കണം, എന്തൊക്കെ സ്കിൽസ് ആണ് ഒരു QSന് വേണ്ടത്, ഗൾഫിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വേണ്ടത്, ഗൾഫിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ക്വാണ്ടിറ്റി സർവേയിങ്? ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുകയാണെങ്കിൽ ദ കോസ്റ്റ് ബാക്ക് ബോൺ ഓഫ് കൺസ്ട്രക്ഷൻ. നമ്മളൊരു കൺസ്ട്രക്ഷനിൽ ഒരു 5 പില്ലേഴ്സ് ആണെന്നാണ് പറയാറ്. ഒന്ന് പറയുന്നത് ഡിസൈൻ പില്ലർ, നമ്മൾ ആർക്കിടെക്ട് അങ്ങനെയുള്ള ആൾക്കാർ. ദെൻ കോസ്റ്റ് എന്ന് പറഞ്ഞ പില്ലർ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി സർവേയർ ആണ്. ദെൻ വി നോ എക്സിക്യൂഷൻ പില്ലർ, നമ്മളുടെ പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, സെറ്റ് എഞ്ചിനീയർ, കൺസ്ട്രക്ഷൻ മാനേജർ ആൻഡ് പ്ലാനിങ് എഞ്ചിനീയർ, അങ്ങനെയുള്ള ആൾക്കാർ വരുന്നത്. ദെൻ വരുന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതൊരു വേറൊരു പില്ലറാണ്. ബിൽഡിങ്ങിന്റെ ക്വാളിറ്റി മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ടാസ്ക്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സേഫ്റ്റി എന്നൊരു പില്ലർ ഉണ്ട്. ആ പില്ലറാണ് ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റി മേക്ക് ഷുവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു QS എന്ന് പറയുന്ന ഒരാള് എവറി റുപ്പീസ്, ഓക്കെ, അല്ലെങ്കിൽ ഏതൊരു കറൻസി ആണെങ്കിലും ഏത് കോസ്റ്റ് ആണെങ്കിലും അത് കൗണ്ട് ചെയ്ത് മാനേജ് ചെയ്തിട്ട് കൺസ്ട്രക്ഷന്റെ ഫൈനൽ ബില്ലാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും കൺസ്ട്രക്ഷനിൽ വിത്തിൻ ദ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനേക്കാളും കുറവിൽ പ്രൊജക്റ്റ് ഡെലിവറി ചെയ്യുന്ന ഒരു ടെക്നോ കൊമേഴ്ഷ്യൽ ലീഗൽ എക്സ്പേർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ക്വാണ്ടിറ്റി സർവേ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് മെയിൻലി ഒരു QS ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് എസ്റ്റിമേഷൻ. നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിന്റെ കോസ്റ്റ് പ്രോപ്പറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണം. BOQ പ്രിപ്പയർ ചെയ്യാണ്ടാവും. ഒരു കോസ്റ്റ് ഉണ്ടാക്കണം. BOQ ഇസ് കൈൻഡ് ഓഫ് ബൈബിൾ ഓഫ് ദ കൺസ്ട്രക്ഷനിലെ BOQയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതായിരിക്കും A to Z നമ്മൾ കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസിൽ ഫോളോ ചെയ്യുക. ഓരോ പ്രൊജക്ടിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് വിത്ത് ക്വാണ്ടിറ്റി ഓക്കെ തരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, BOQ എന്ന് പറയുന്നത്, ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഓക്കെ, അതിനെയാണ് BOQ എന്ന് പറയുന്നത്. അത് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. ഒരു കോൺട്രാക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സപ്ലയറെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സ്, ഇവാലുവേഷൻ, നെഗോഷിയേഷൻ ഒക്കെ ചെയ്യുന്നത് ഒരു QS ആണ്. ഇനി ഒരു കോൺട്രാക്ടർ വന്നു കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർ തരുന്ന ബില്ല്, ഈവൻ കോൺട്രാക്ടർ സൈഡിലാണെങ്കിൽ ബില്ല് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ചെയ്യുന്നത് ഒരു ക്വാണ്ടിറ്റി സർവേയർ ആണ്. അതുപോലെ തന്നെ കോൺട്രാക്ടർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ബില്ല് ഇവാലുവേറ്റ് ചെയ്യുന്നത് ക്ലയന്റ് സൈഡിൽ ഒരു ക്വാണ്ടിറ്റി സർവേയർ ആണ്. സോ A to Z ആക്ടിവിറ്റീസ് ത്രൂ ബിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺട്രാക്ടർ ചെയ്യുന്നുണ്ട്, ഒരു ക്വാണ്ടിറ്റി സർവേയർ ചെയ്യുന്നുണ്ട്. ദെൻ കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം, നമ്മൾ എന്ത് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാലും ആ കോൺട്രാക്റ്റിൽ വെച്ചിട്ട് 1 by 1 വേരിയേഷൻസ് എന്തായാലും സൈറ്റിലുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഡിസ്പ്യൂട്ട്സ് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ വേരിയേഷൻസ്. ഈ വേരിയേഷൻസും ഡിസ്പ്യൂട്ട്സും ഒക്കെ ക്ലെയിം ചെയ്യും, അത് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ആരാണ്, ഒരു ക്വാണ്ടിറ്റി സർവേയർ ആണ്. ഓക്കെ, ഒരു ടെൻഡറിങ്ങിന്റെ ഒരു കോർ പ്രോസസ് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു QSന് മെയിൻ ആയിട്ട് ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് BOQ പ്രിപ്പയർ ചെയ്യണം. BOQ പ്രിപ്പയർ ചെയ്തിട്ടാണ് BOQ എന്ന് പറയുമ്പോൾ, നമ്മളിപ്പം വീട്ടിലൊക്കെ സാധനം വാങ്ങുകയാണെങ്കിൽ സീരിയൽ നമ്പർ 1, ഐറ്റം അരി, ദെൻ യൂണിറ്റ് ഓഫ് മെഷർ, അരി കിലോഗ്രാമിലാണ് വാങ്ങുന്നത്. യൂണിറ്റ് ഓഫ് മെഷർ കിലോഗ്രാം. ദെൻ ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ളത്. ദെൻ ഇത് നമ്മൾ ഗ്രോസറി ഷോപ്പിൽ കൊടുക്കുമ്പോൾ അവർ 1 കിലോ അരിക്ക് എത്ര ഉണ്ട്, അതാണ് യൂണിറ്റ് പ്രൈസ്, അതിടും. എന്നിട്ട് ടോട്ടൽ എമൗണ്ട്, ഇത്ര കിലോ അരി വാങ്ങിയിട്ട് യൂണിറ്റ് പ്രൈസ് ഇതാണെന്നുണ്ടെങ്കിൽ ഇതാണ് ടോട്ടൽ എമൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സെയിം ആയിട്ട് നമ്മൾ കൺസ്ട്രക്ഷനിൽ വരുമ്പോൾ BOQ എങ്ങനെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ, സീരിയൽ നമ്പർ, ഐറ്റത്തിന് പകരം ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ്കവേഷൻ ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ, എക്സ്കവേഷൻ എന്ന് പറയുന്നത് ഒരു ഐറ്റം അല്ല, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനമല്ല, ബട്ട് അതൊരു വർക്കാണ്, ജോബാണ്. സോ എക്സ്കവേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആസ് പെർ POMI, യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഫോർ എക്സ്കവേഷൻ എന്ന് പറയുന്നത് മീറ്റർ ക്യൂബിലാണ്. എത്ര ക്യൂബിക് മീറ്റർ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്, അത് ഉണ്ടാവും. ദെൻ അതിൻ്റെ അപ്പുറം എത്ര ക്വാണ്ടിറ്റീസ്, ഡ്രോയിങ്ങിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സാധനമാണ്, എത്ര ക്വാണ്ടിറ്റി ഓഫ് എക്സ്കവേഷൻ വേണം എന്നുള്ളത് അതെടുക്കും. ദെൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് പ്രൈസ് വാങ്ങുകയോ ചെയ്യുക.
ഒരു ക്യൂബിക് മീറ്റർ ക്വാണ്ടിറ്റിക്ക് ഇത്ര പ്രൈസ്, അതാണ് യൂണിറ്റ് പ്രൈസ്. സോ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സ്കവേഷന് ലെറ്റ്സ് ഒരു 350 രൂപയാണെങ്കിൽ നമുക്കൊരു 10 ക്യൂബിക് മീറ്റർ ഉണ്ടെങ്കിൽ യൂണിറ്റ് പ്രൈസ് 350, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 10 × 350 3500 രൂപയായിരിക്കും ടോട്ടൽ എമൗണ്ട് ഉണ്ടാവും. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, BOQ എന്ന് പറഞ്ഞ സൈഡിൽ ഉണ്ടാവുക. അതിൽ യൂണിറ്റ് പ്രൈസ് ആൻഡ് ടോട്ടൽ എമൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് എസ്റ്റിമേഷൻ കിട്ടും. നമുക്ക് പ്രൊജക്റ്റിന് വേണ്ടിയുള്ള കോസ്റ്റ് കിട്ടും. ഈ കോസ്റ്റും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ദെൻ ജനറൽ കണ്ടീഷൻ ഓഫ് കോൺട്രാക്ട്, സ്പെഷ്യൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട്, അതായത് ടെൻഡർ ഡോക്യുമെന്റ്സും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെൻഡറിങ്ങിലേക്ക് പോകും. ടെൻഡറിങ്ങിലേക്ക് പോയിട്ട് അതിൽ നമ്മൾ പ്രീ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്. അതനുസരിച്ച് ഒരു കോൺട്രാക്ടർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, ഈ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാക്ടർ ആണോ എന്നുള്ള ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഒരു മിനിമം 3 കോൺട്രാക്ടേഴ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് നമ്മൾ നമ്മളുടെ ടെൻഡർ ഡോക്യുമെന്റ്സ് കൊടുക്കും. ടെൻഡർ ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ വോളിയം 1 ഉണ്ട്, വോളിയം 2 ഉണ്ട്, ദെൻ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, ദെൻ ഡ്രോയിങ്സ് ഉണ്ട്. വോളിയം 1 എന്ന് പറഞ്ഞാൽ ജനറൽ കണ്ടീഷൻ ഓഫ് കോൺട്രാക്ട്, വോളിയം 2 എന്ന് പറയുന്നത് സ്പെഷ്യൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട്, ദെൻ BOQ, ദെൻ ഡ്രോയിങ്സ്. ഈ സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കോൺട്രാക്ടർക്ക് അയച്ചു കൊടുക്കുക. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കോൺട്രാക്ടർ അതിന് ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്രൈസ് ഇടും. പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ആസ് എ ക്ലയൻറ്റ് സൈഡുള്ള QS എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവാലുവേറ്റ് ചെയ്യും. ഈ പ്രൈസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ടെൻഡർ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. അതുണ്ടാക്കിയിട്ട് കോൺട്രാക്ടറെ വിളിച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഇവാലുവേറ്റ് ചെയ്തിട്ട് ലോവസ്റ്റ് ആയിട്ടുള്ള നമുക്ക് പറ്റിയ ഒരു കോൺട്രാക്ടറായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യാം. യൂഷ്വലി 3 നെഗോഷിയേഷൻ മീറ്റിംഗ് ഉണ്ടാവുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ നെഗോഷിയേഷൻ മീറ്റിംഗ്. അതായത് ഒരു കോൺട്രാക്ടർ ഒരു ഐറ്റത്തിന് ചിലപ്പം 10 രൂപ ഇട്ട്, അതേ ഐറ്റത്തിന് വേറൊരു കോൺട്രാക്ടർ 1000 രൂപ ഇട്ടുണ്ടെങ്കിൽ അവർക്ക് ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കില്ല. മനസ്സിലായോ? അത് ഒരാൾ അത് വായിച്ചിട്ട് മനസ്സിലാക്കിയതായിരിക്കില്ല, വേറൊരാൾ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അത്രയും വലിയ ഗ്യാപ്പ് വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് ആണ് മെയിൻലി ഡിസ്കസ് ചെയ്യുക. ടെക്നിക്കൽ ഇവാലുവേഷൻ ആണ് ചെയ്യുക. ആ നെഗോഷിയേഷൻ ചെയ്തിട്ട് അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് ഓഫ് മീറ്റിംഗ് കഴിഞ്ഞാലാണ് നമുക്ക് പറയാം എല്ലാ കോൺട്രാക്ടറും ക്ലയൻറ്റ് സൈഡിലെ എല്ലാ ആൾക്കാരും സെയിം പേജിലാണെന്നുള്ളത്. സെക്കൻഡ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ നെഗോഷിയേഷൻ ആയിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആയിരിക്കുകയാണ്. ഒരു ഏകദേശം അപ്പിൾ ടു അപ്പിൾ കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ പ്രൈസിങ് കിട്ടുക. ആ പ്രൈസിങ്ങിലാണ് നമ്മൾ സെക്കൻഡ് നെഗോഷിയേഷൻ ചെയ്യുക. സെക്കൻഡ് നെഗോഷിയേഷൻ കഴിഞ്ഞിട്ട് അവരോട് പറയും നെക്സ്റ്റ്, ഇപ്പം ലെറ്റ്സ് ഒരു 5 കോൺട്രാക്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മീറ്റിംഗ് വിത്ത് ക്ലയന്റ് ആയിരിക്കും. ക്ലയന്റ് ആയിട്ട് ഡിസ്കസ്, അതായത് പ്രൊജക്ട് ഓണേഴ്സ് ആയിട്ട്. ഓക്കെ, പ്രൊജക്ട് ഓണേഴ്സ് ആയിട്ടുള്ള ഡിസ്കഷനിൽ L1, L2, L3, ലോവസ്റ്റ് 1, ലോവസ്റ്റ് 2, ലോവസ്റ്റ് 3 ഈ ആൾക്കാരെ മാത്രമാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ വിളിക്കുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അവരുടെ അടുത്ത് ക്ലയൻറ്റ് സൈഡിൽ ഡിസ്കസ് ചെയ്യും. ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോൺട്രാക്ടർക്കാണ് നമ്മൾ വർക്ക് അപ്പോയിന്റ് ചെയ്ത് കൊടുക്കുക. ദെൻ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് പേയ്മെന്റ്. കോൺട്രാക്ടർ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും അവർക്ക് പീരിയോഡിക്കലി ബില്ല് റേസ് ചെയ്യണ്ടാവും. ആ ബില്ല് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റ് സൈഡിലുള്ള QS അത് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ എപ്പോഴും ഒരു QSന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് മോർ ഓവർ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ബില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. ആ ഫൈനൽ ബില്ലും ആസ് എ QS തന്നെയാണ് ചെയ്യേണ്ടത്. QSന് മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സോഫ്റ്റ്വെയർസ് ആണ്. ഇതിൽ ചില കാര്യങ്ങൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കണം നിർബന്ധമില്ല, ബട്ട് ചില സോഫ്റ്റ്വെയർസ് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ വർക്ക് ഈസി ആവുള്ളൂ. ആൻഡ് ദ തിങ് ഈസ്, നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വർക്ക് ചെയ്യുന്നത് ടെക്നിക്കാലിറ്റി വെച്ചിട്ടാണ്. നമ്മളുടെ കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടെക്നിക്കാലിറ്റിയാണ്. ഓക്കെ, നമ്മൾ ടെക്നോളജി, അതായത് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ടെക്നോളജിയാണ്. ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ വർക്ക് ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, മുമ്പ് നമ്മൾ ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലെയിം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഏകദേശം ഒരു 1 ഡേ അല്ലെങ്കിൽ ഹാഫ് ഡേ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണം, ദെൻ പ്രൂഫ് റീഡ് ചെയ്യണം, എന്നിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ChatGPT ഉണ്ട്, AI ഉണ്ട്. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലെറ്റർ കിട്ടും. ആ ലെറ്റർ നമ്മൾ പ്രൂഫ് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കറക്ഷൻ വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഇറ്റ്സ് ടേക്ക് മാക്സിമം 30 minutes. സോ ടെക്നോളജി എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ വർക്കുകൾ സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ടെക്നിക്കാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ടെക്നോളജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് രണ്ടും ക്ലബ് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളുടെ കരിയറിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ,
ഓഫ് കോഴ്സ് ഇപ്പോഴും മേജറായിട്ട് ക്യു എസിന്റെ ഫീൽഡിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ എക്സൽ ആൻഡ് ഓട്ടോകാഡ് ആണ്. കോസ്റ്റെക്സും പ്ലാൻ സ്വിഫ്റ്റും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് യൂഷ്വലി ഉപയോഗിക്കാറുണ്ട്. ബിം നമുക്കറിയാം ഇൻ ഫ്യൂച്ചർ ടെക്നോളജിയിൽ ഓട്ടോകാഡിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. സോ ഓഫ് കോഴ്സ് ബിം നമുക്ക് അറിഞ്ഞിരിക്കണം. പ്രൈമവേര എന്ന് പറയുന്നത് പ്രൊജക്ട് ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരു ദിവസം പ്രൊജക്ട് ഡിലേ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോസ്റ്റ് $1 million. ഓക്കെ, സോ ഈ പ്രൊജക്ട് പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആസ് എ QS നമുക്ക് നമ്മളുടെ വർക്കുകൾ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് പ്രൈമവേര അല്ലെങ്കിൽ MS പ്രോജക്ട്, നാട്ടിലൊക്കെയാണ് MS പ്രോജക്റ്റ് ആണ്, ഇന്റർനാഷണൽ പ്രൈമവേരയാണ് യൂസ് ചെയ്യുന്നത്. സോ മിഡിൽ ഈസ്റ്റിലൊക്കെയാണ് പ്രൈമവേര യൂസ് ചെയ്യുന്നത്. സോ അതും കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്തുള്ളൂ, നമ്മളെ കരിയറിൽ ഒന്നും കൂടി ഒന്ന് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഓപ്പർച്യൂണിറ്റീസും എത്ര ചോദിക്കണം അല്ലെങ്കിൽ സാലറി പാക്കേജ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. നിങ്ങളൊരു ഫ്രഷറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻ ഇന്ത്യ നിങ്ങളുടെ ഒരു US, ഞാൻ പറയുന്നത് ഒരു BTech കഴിഞ്ഞ ഒരാളുടെയാണ്, ഫ്രഷേഴ്സിന്റെ സാലറി ഒരു 2.5 to 4.5 lakh പെർ ആനോ ആണ് വരിക. ഇനി നിങ്ങളൊരു 5+ years ഓഫ് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ 8 to 18 lakh പെർ ആനം ആ റേഞ്ചിലാണ് വരാറുള്ളത്. നിങ്ങൾക്ക് ഡെവലപ്പേഴ്സ് അല്ലെ റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്ര, കോൺട്രാക്ടിങ് ഫേംസ്, ഇങ്ങനെയുള്ള നല്ല നല്ല Tier 1 കമ്പനീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ലൈഫ് സെറ്റിൽഡ് ആയിട്ടുള്ള നല്ല സാലറിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഗൾഫ്, UAE, ഖത്തർ, സൗദി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആസ് എ ഫ്രഷർ BTech ഒരു ഞാനിതിപ്പം UAE-യിലാണ് റേഞ്ച് എടുത്തിട്ടുള്ളത്, ഒരു 4,000 to 6,500 പെർ മന്ത്. ഓക്കെ, AED ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഐ ബിലീവ് ഖത്തർ ആൻഡ് സൗദി ഒക്കെ ഏകദേശം ഈ റേഞ്ച് തന്നെയാണ്. ഓക്കെ, ഇഫ് യു ആർ ലുക്കിംഗ്, ഇഫ് യു ആർ എക്സ്പീരിയൻസ് പേഴ്സൺ, ഐ ആം ടോക്കിംഗ് അബൌട്ട് മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ്, 12,000 to 25,000 പെർ മന്ത് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം മിഡിൽ ഈസ്റ്റ് ഒക്കെ ടാക്സ് ഒക്കെ ഉണ്ടാവില്ല. സോ ആ ഏണിങ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. മെഗാ ഇൻഫ്ര പ്രോജക്റ്റും ജിഗാ പ്രോജക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുണ്ട്. വി നോ. ഇപ്പം എന്താ പറയുക, സൗദിയൊക്കെ എടുക്കുകയാണെങ്കിൽ മിഷൻ 2030 ഉണ്ട്, വേൾഡ് കപ്പ് ഉണ്ട് 34-ല്, ദെൻ മിഷൻ 2040 ഉണ്ട്. സോ അവിടെയൊക്കെ നല്ല ഡിമാൻഡ്സ് ആണ് ആസ് എ QS നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ എവിടെയാണ് നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ താല്പര്യമുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സാലറി സ്കെയിൽ ഡിപ്പെൻഡ് ചെയ്യുക. അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ആൻഡ് ഈ വാല്യൂസ് ഒക്കെ ഞാൻ എഗെയിൻ പറയണം, മാർക്കറ്റ് റേഞ്ച് വെച്ചിട്ടാണ് പറഞ്ഞത്. എംപ്ലോയറിനെയും സിറ്റിനെയും നിങ്ങളുടെ സർട്ടിഫിക്കേഷനൊക്കെ അനുസരിച്ചിട്ട് ഈ വാല്യൂഷൻ മാറാവുന്നതാണ്. ഓക്കെ, ഇതൊരു ആവറേജ് സ്കെയിലാണ് ഞാൻ പറഞ്ഞുള്ളത്. നിങ്ങളൊരു QS ആണ്, നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു QS ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു കരിയർ പാത്ത് എങ്ങനെയാണ് വരിക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. നിങ്ങൾ മാക്സിമം നിങ്ങൾ അപ്സ്കിൽ ചെയ്യുക, ഒരു QS ആയിട്ട് അപ്സ്കിൽ ചെയ്യുക. ആസ് എ ജൂനിയർ, ഫ്രഷേഴ്സിൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്, ആസ് എ ജൂനിയർ QS ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരാം. ജൂനിയർ QSൽ മെയിനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് BOK പ്രിപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ നിങ്ങൾ പ്രൊജക്റ്റിനെ പറ്റി പഠിക്കും. ദെൻ നിങ്ങൾ എന്ത് ചെയ്യും, സീനിയർ QS ആവും, അല്ലെങ്കിൽ പ്രൊജക്ട് QS ആവും. അതെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് പ്രൊജക്ട് മാനേജ് ചെയ്യാൻ പറ്റും. കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, കുറച്ചും കൂടി ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും അവിടെയൊക്കെ വരിക. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് സീനിയർ QS ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാണ്ടാവും. ഇനി എപ്പോഴും പല ആൾക്കാർക്കും വരുന്ന ഒരു മിത്താണ് ഞാൻ പറയണത്. പലർക്കും QS എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡാറ്റ എൻട്രി ഇൻ എക്സൽ ആണെന്നുള്ളത്. ഇനീഷ്യലി ഓഫ് കോഴ്സ് BOK ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് എക്സലിലാണ് കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് ഡാറ്റ എൻട്രി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ജഡ്ജ്മെന്റും നിങ്ങളുടെ കോൺട്രാക്റ്റിലെ അറിവും നിങ്ങളുടെ നെഗോഷിയേഷൻ സ്കിൽസും ഒക്കെയാണ് ഒരു പ്രൊജക്റ്റിൽ കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിനെ നമുക്ക് കുറക്കാൻ പറ്റാം. ഓക്കെ, ജസ്റ്റ് ഡാറ്റ എൻട്രി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഡാറ്റ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് പ്രൊജക്ടിന്റെ കോസ്റ്റിലേക്ക് എത്തിക്കുക. സോ ഇറ്റ്സ് എ ക്രൂഷ്യൽ തിങ്സ്. പല ആൾക്കാർക്കും പറയുന്ന ഒരു കാര്യമാണ്, ഒരു QS ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഈ QS ഡീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റിന്റെ പ്രൊജക്ട് ഓണേഴ്സ് ആയിട്ടായിരിക്കും, സീനിയർ ആർക്കിടെക്ട്സ്, സീനിയർ കോൺട്രാക്ടർ, കോൺട്രാക്ടിങ് കമ്പനീന്റെ ഓണേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും. സോ അവരുടെ നെറ്റ്വർക്ക് അത്രയും വലിയൊരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ഡിസിഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു കോൺട്രാക്ടർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, ഒരു റോങ് ഡിസിഷനിൽ ഒരു റോങ് കോൺട്രാക്ടറാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊജക്റ്റ് സ്പോയിലായി പോകും. ഓക്കെ,
അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് ക്യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്യൂസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്യൂസ് എന്ന് പറഞ്ഞ ജോബിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ അത്രയും സീരിയസ് ആയിട്ടുള്ള ജോബാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ ക്യൂസിന് ഓവർ പെയ്ഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ആണ്, സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമാണ് ക്യൂസ് ഉള്ളതെന്നുണ്ട്. നോ, MEP ക്യൂസ് ഉണ്ട്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ആൾക്കാർ, എൻജിൻ, ഇഫ് യു ആർ എ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഗ്രാജുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ക്യൂസ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ MEP ക്യൂസ് എന്ന് വേറെ ഫീൽഡ് ഉണ്ട്, അതിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, ആൻഡ് വേറൊരു എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഗൾഫ് ജോബ്സിന് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം എന്നുള്ളത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി മിത്താണ്. നിങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മാർക്കറ്റ് അറിയുക, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുക, ഡയറക്റ്റ് മിഡിൽ ഈസ്റ്റിലേക്ക് തന്നെ പോയിട്ട് ജോബിന് നോക്കുക. നിങ്ങൾ നാട്ടിൽ ഇപ്പം 10 വർഷം വർക്ക് ചെയ്തിട്ടാണ് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദേ വിൽ കൺസിഡർ യു എ ഫ്രഷർ. ഓക്കെ, സോ നിങ്ങളുടെ 10 വർഷം അവിടെ സ്പോയിൽ ആയിട്ടുണ്ടാവും. ഓക്കെ, സോ നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് മിഡിൽ ഈസ്റ്റ് പോയിട്ട് എക്സ്പീരിയൻസ് ജോബ് കിട്ടുന്നുള്ളത് മിത്താണ്. അതിനേക്കാളും നല്ലത് നിങ്ങൾ മിഡിൽ ഈസ്റ്റ് നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുക, ഇന്ത്യയിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ജോബിന് പോകുമ്പോഴാണ് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, സോ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് എവിടെയാണ് ജോബ് വേണ്ടതെന്നനുസരിച്ച് അതിൻ്റെ മാർക്കറ്റിന് വേണ്ടിയുള്ള അപ്സ്കില്ലിങ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഈവൻ ലിങ്ക്ഡിനിലാണെങ്കിലും എൻട്രി ടീമിലാണെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഹാവ് എ ടോക്ക്. ഓക്കെ, എന്ത് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ കരിയറിലേക്ക് വേണ്ടിയിട്ടുള്ള എന്ത് സപ്പോർട്ടിന് വേണ്ടിയിട്ടും നമ്മൾ എപ്പോഴും ഉണ്ടാവും. സോ ജസ്റ്റ് പിങ്ങസ്, നമ്മളെപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു എവരി വൺ. ടേക്ക് കെയർ. ബൈ.